ഹായ്, നമുക്ക് അബുദാബിയിലെ കോർണിഷ് ബീച്ചിൽ ഒന്ന് പോയാലോ? ഇപ്പോൾ നോമ്പ് സമയം ആയതുകൊണ്ട് വൈകുന്നേരത്തൊന്നും വലിയ തിരക്കൊന്നുമില്ല. അപ്പോൾ നമുക്ക് അവിടുത്തെ കാഴ്ചകളൊക്കെ ഒന്ന് കണ്ടിട്ട് വരാം. ഞാനും മക്കളും ഹസ്ബൻഡുമായിട്ടാണ് പോയത്. ഞാൻ പറഞ്ഞ പോലെ വലിയ തിരക്കൊന്നും ഇല്ലാത്തതുകൊണ്ട് കോർണിഷിൻ്റെ മുഴുവൻ ഭംഗിയും നമുക്ക് ആസ്വദിക്കാൻ പറ്റുന്ന ടൈമായിരുന്നു. ഇത്രയും ശാന്തമായിട്ട് കാണുന്നത് വളരെ റെയറായിട്ടാണ്. ആക്ച്വലി നമ്മൾ പ്രൈവറ്റ് ബീച്ച് എടുക്കാൻ വന്നതാണ്, ബട്ട് പബ്ലിക് ബീച്ചിൽ തിരക്കൊന്നും ഇല്ലാത്തതുകൊണ്ട് അവിടെ തന്നെ കാണാമെന്ന് വിചാരിച്ചു. കുഞ്ഞുങ്ങളായാലും നല്ലപോലെ എൻജോയ് ചെയ്യാൻ പറ്റിയ സമയമാണ്. ഫ്രീ ആയിട്ടുള്ളവർക്കൊക്കെ പോകാം, കാണാം. ഇറ്റ്സ് എ പ്രൈസ്ലെസ് എൻജോയ്മെൻ്റ് ആണ് നമുക്ക്. നമ്മുടെ നാട്ടിലത്തെ പോലെയല്ല, വലിയ വേവ്സ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് ധൈര്യമായിട്ട് കുഞ്ഞുങ്ങളെ ഇറക്കി വിടാം. പ്രൊട്ടക്റ്റഡ് ഏരിയയിൽ ദർ ഇസ് സം പ്രൊട്ടക്റ്റഡ് ഏരിയ ഉണ്ട്. അപ്പോൾ അവിടെ കുഞ്ഞുങ്ങൾക്ക് ഈസി ആയിട്ട് കളിക്കാം. നമ്മളുടെ ഒരു ഗൈഡൻസ് മാത്രം ഉണ്ടായാൽ മതി. നോക്കിക്കേ, എത്ര ബ്യൂട്ടിഫുൾ ആണ്. ഇതുപോലുള്ള ബ്ലൂ കളർ സീയൊക്കെ നമ്മൾക്ക് കാണാൻ പറ്റുന്ന മാൽദീവ്സ് അങ്ങനെയുള്ള സ്ഥലങ്ങളിലാണ്. ബട്ട് ഹിയർ ഇവിടെ നല്ല സേഫ്റ്റി ഈസ് 100% സേഫ്റ്റിയും, കുഞ്ഞുങ്ങൾക്ക് ഹൈജീനിക്കായിട്ട് കളിക്കുകയും ചെയ്യാം. ഈ ലൈറ്റിങ്സ് ഒക്കെ നമ്മളുടെ പെരുന്നാളിൻ്റെ ലൈറ്റിംഗ് ഒക്കെയാണ് കാണുന്നത്. അപ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ തിരിച്ചു പോവുകയാണ്. തിരിച്ചു പോകുമ്പോൾ നമ്മളൊരു വലിയ ടണലുണ്ട് അബുദാബി ഏരിയയിൽ. ആ ടണൽ വഴി പോവുകയാണ്. പിന്നെ ഇത്രയൊക്കെ ഉള്ളൂ, ചെറിയ വീഡിയോ ആണ്. എൻ്റെ ഫസ്റ്റ് ടൈം എക്സ്പെരിമെൻ്റ് ആണ്. എത്രത്തോളം കറക്റ്റാണ് എന്നൊന്നും അറിയില്ല. എനിക്ക് പറ്റുന്ന പോലൊക്കെ വീഡിയോസ് എടുത്ത് എഡിറ്റ് ചെയ്ത് മോനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ചെയ്യുകയാണ്. ഇത് നല്ലതാണെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും പോരായ്മകളുണ്ടെങ്കിലും പറയുക. അതനുസരിച്ച് ഞാൻ ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കാം. ഒരു കുഞ്ഞു വ്ളോഗാണ്. നമുക്ക് വലിയ എക്സ്പെൻസീവ് ഒന്നും അല്ലാതെ കുട്ടികളുടെ മൈൻഡായാലും നമ്മുടെ മൈൻഡായാലും ഒന്ന് റിഫ്രഷ് ചെയ്തിട്ട് തിരിച്ചു വരാൻ പറ്റുന്ന ഏരിയയാണ് അബുദാബി കോർണിഷ് ഏരിയ. പിന്നെ ഇതൊക്കെയാണ് അബുദാബിയിലെ ചെറിയ വിശേഷങ്ങൾ. പിന്നെ നാട്ടിൽ പോകുമ്പോൾ നാട്ടിലത്തെ വിശേഷങ്ങളും ഷെയർ ചെയ്യാനായിട്ട് ശ്രമിക്കാം. എന്തായാലും ഇപ്പം നമ്മൾ നാട്ടിൽ പോകുന്നില്ല. വെക്കേഷൻ ടൈമിൽ നാട്ടിൽ പോകുമ്പോൾ നാട്ടിലത്തെ കാര്യങ്ങൾ ഷെയർ ചെയ്യാം. നമ്മുടെ ബിസി ലൈഫിൻ്റെ ഇടയ്ക്ക് നമ്മൾ ഇടയ്ക്കൊക്കെ ഇങ്ങനെ പോകാറുണ്ട്. ഐ തിങ്ക് എല്ലാവർക്കും പോകാവുന്ന കാര്യമാണ്. ഇങ്ങനെ ജസ്റ്റ് ഒന്ന് പോയി വരുമ്പോൾ ഒരു ഫാമിലിയിൽ ഫുൾ അറ്റ്മോസ്ഫിയർ മാറും. നമ്മളൊന്ന് റിഫ്രഷ് ആക്കും എല്ലാവരും, മെൻ്റലി ആൻഡ് ഫിസിക്കലി. I hope everyone is doing well. We are also doing well here. Thank you.